ഗുഡ് ഈവനിങ്. ആദ്യമായി ഹസീന മാഡത്തിനെയും കൈസിനെയും ഗസ്നെയും ATF ഹോൾ ഓഫ് ഫ്രെയിമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ സെൽഫ് ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിങ്ങൾക്കൊരു അവസരം തരുന്നത്. കാരണം നമ്മൾ ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. പരിചയപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും നിങ്ങളുടെ സ്റ്റോറി ഇൻസ്പയർ ആകണം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് അപ്പൊ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ബാക്കി മെയിൻ കാര്യത്തിലേക്ക് നമുക്ക് ഇതിന് ശേഷം കയറാം. ഓക്കെ. എന്റെ പേര് ഹസീന എന്നാണ്. വയസ്സ് 38. ഞങ്ങളുടെ സ്വന്തം സ്ഥലം തിരൂര് മംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ അവണ്ടിത്തറയിൽ നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. എന്റെ ഫാമിലി എന്ന് പറയുമ്പോ എന്റെ 3 കുട്ടികളാണുള്ളത്. ഓക്കെ, അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. മക്കള് ഗുഡ് ഇവരാണോ നിങ്ങളെ മക്കള്? അതെ. ഗുഡ് ഈവനിങ്. എന്റെ പേര് ഫാത്തിമ ഗസ്ന. ഇപ്പൊ അവണ്ടിത്തറയിലാണ് കണക്ട് ആയിട്ടുള്ളത്. എനിക്ക് വയസ്സായിട്ട് 18 വയസ്സായി. എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത്? ഉമ്മ ഈ കമ്മ്യൂണിറ്റിയിൽ അസോസിയേറ്റ് ആയിട്ട് ഐഡിയ എടുത്തു. അതിനുശേഷം ഇത് കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളും ഇതിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ എന്താണ് പഠിക്കുന്നത്? ഇപ്പൊ ഡിഗ്രി ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. കൂടെ വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. കൈസ് ഓപ്പൺ ചെയ്യും. എന്റെ പേര് മുഹമ്മദ് കൈസ്. ഞങ്ങളിപ്പോ താമസിക്കുന്നത് അവണ്ടിത്തറയിലാണ്. ഓക്കെ, കുറച്ച് കണ്ട് നീങ്ങി. കൈസ് കുറച്ച് മുന്നിലേക്ക് കയറി. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ പേര് മുഹമ്മദ് കൈസ്. ഞങ്ങളിപ്പോ താമസിക്കുന്നത് അവണ്ടിത്തറയിലാണ്. ഇപ്പോ എനിക്ക് 19 വയസ്സായി. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഐഡിയറ്റ് അസോസിയേറ്റ് ആയി ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. എങ്ങനെയാണ് എനിക്ക് അടുത്തതായിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യത്തെ നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇപ്പോൾ 7 days ബൂട്ട് ക്യാമ്പിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. ബിസിനസ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ പരിചയപ്പെട്ടതും ഇതിലേക്ക് വരുന്നതും. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്? ഇതുവരേക്ക് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഉണ്ടായത്? എൻ്റെ ആദ്യത്തെ ചോദ്യം ഹസീന മാഡത്തിനോടാണ്. ഞാൻ ഇതേപോലെ ഒരു ആഡ് കണ്ടിട്ടാണ് ഇതിൽ ജോയിൻ ആയത്. ഇതുവരെയുള്ള നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു 7 ദിവസത്തില് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നല്ലൊരു കോൺഫിഡന്റ് വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് ഓൺലൈനായിട്ട് ഇത് ബിസിനസ് ചെയ്യാം എന്നുള്ള നല്ലൊരു കോൺഫിഡന്റ് ലെവൽ എനിക്ക് കൂടിയിട്ടുണ്ട്. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ നേട്ടം. എടുത്തു പറയാവുന്ന ഒരു 2 നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ എന്ന് പറയുമ്പോ ഇപ്പോ ഞങ്ങളുടെ ഓർഗനൈസേഷനിലെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്തും എനിക്ക് നല്ല കോൺഫിഡന്റോട് കൂടിയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് തയ്യാറാക്കാനൊക്കെ. അതിനൊക്കെ കറക്റ്റ് ആയിട്ട് അത് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. അതാണ് വന്ന മാറ്റം. ഓക്കെ, കൈസിന് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ ഉമ്മാന്റെ എക്സ്പീരിയൻസിലാണ് വന്നത്, ഗസനെ ആവട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഈ കോഴ്സ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ കോഴ്സിനെ സമീപിക്കണ സമയത്തും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എന്താണ് ഒന്ന് പറയും. ഇമ്പ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് കോഴ്സിനെ കണ്ടിരുന്നതൊക്കെ. അതിൽ എനിക്ക് തന്നിരുന്ന ഓരോ സെഷനും അപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഓരോ സെഷനും എത്തുമ്പോൾ അത് പിന്നത്തേക്ക് വെക്കാതെ പെട്ടെന്ന് കണ്ടു തീർക്കാനുള്ള ഒരു ഇത് വരാത്തൊരു സെഷനായിരുന്നു. അപ്പൊ അതിന്റെ ഇമ്പ്രൂവ്മെന്റ് എന്താന്ന് വെച്ചാൽ അതിൽ ചെയ്ത കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട്, ഇപ്പൊ എക്സാമ്പിൾ ഡിസ്ട്രിബ്യൂട്ടറായാലും അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാറ്റ്. എത്രത്തോളം നിങ്ങൾക്ക് ലിസ്റ്റ് ബിൽഡിംഗ് യൂസ്ഫുൾ ആയിട്ടുണ്ട്? ലിസ്റ്റ് ബിൽഡിംഗ് യൂസ്ഫുൾ ആയി കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ
ലിസ്റ്റ് ഉദ്ദേശിച്ചതിനേക്കാളും ഒരുപാട് ലിസ്റ്റ് അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് പേരൊക്കെ ആഡ് ചെയ്തു. ഇനിയും അതിന് വർക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ ചെയ്തതെന്ന് വെച്ച് കസ്റ്റമേഴ്സിനെ പേജ് ചെയ്തു, അതിൽ ചെയ്തു, അതുകൊണ്ടുള്ള കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ, സൂപ്പർ, അടിപൊളി. എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ള ഗസ്നോടാണ്. ഇപ്പൊ ഓൺലൈൻ ബിസിനസ് ഇപ്പൊ 18 വയസ്സല്ലേ ഗസ്നക്ക്? എനിവേ അപ്രീഷിയേറ്റ് ആണ്, കാരണം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവാൻ 18 വയസ്സാണ് മാനദണ്ഡമാക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ബിസിനസ് ത്രൂ ആണ് നിങ്ങൾ ഹെർബാലൈഫ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത്. ഓൺലൈൻ ബിസിനസ് തുടങ്ങാനും അത് ആക്ഷനാക്കി മാറ്റാനും തുടക്കത്തിൽ ഓൺലൈനിൽ പേടിയായിരുന്നോ, അല്ലെങ്കിൽ ഇതിന്റെ മുന്നേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് നോളജ് ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് നിങ്ങളുടെ ഹോട്ട് മാർക്കറ്റിനെ നിങ്ങൾ ഇതിനെ സമീപിച്ചത്? എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ആദ്യം പേടിയുണ്ടായിരുന്നു, ഓൺലൈനിൽ എങ്ങനെയാ ചെയ്യാ ഒന്നും അറിയില്ല. പിന്നെ ഇങ്ങനെ ടെലിഗ്രാമില് ഓരോ സെഷനുകളും ഇതുപോലെ തന്നെ സെഷനുകളൊക്കെ കാണുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. എങ്ങനെ ചെയ്യാ, അത്ര റിസ്ക് ഉള്ള കാര്യമൊന്നുമില്ല എന്നൊക്കെ മനസ്സിലായി. പിന്നെ ഹോട്ട് മാർക്കറ്റില് വർക്ക് ചെയ്യുന്നുണ്ട്, അതുവഴി കസ്റ്റമേഴ്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്. റിസൾട്ട് എന്തെങ്കിലും കിട്ടിയോ? റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, ഇനി എനിക്ക് അടുത്തത് ചോദിക്കാനുള്ളത് കൈസിനോടാണ്. ഫീഡ്ബാക്ക് വീഡിയോ ആയിട്ട് അയച്ചപ്പോൾ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് അയക്കായിരുന്നു, പക്ഷെ ഞാൻ നിങ്ങളിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, നിങ്ങൾ വീഡിയോ ആക്കിയിട്ട് അയച്ചു. ഈ വീഡിയോ ആയിട്ട് അയച്ച സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ മോട്ടിവേഷൻ എന്താണ്, ഇൻസ്പിറേഷൻ എന്താണ്? മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ വീഡിയോ ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന ഓഡിയോ ആയിട്ടാണ്. പിന്നെ നമുക്ക് ഈ സെഷൻ എടുത്ത് തന്നിരുന്നതും ഇതിനെ കൈകാര്യം ചെയ്തിരുന്ന സാറ് ഒരു നല്ല രീതിക്ക് ഒരു വീഡിയോ ഇങ്ങോട്ട് അയച്ചിട്ട് പറഞ്ഞത് ഇതുപോലെ ഇനി മുതൽ ഫീഡ്ബാക്ക് ഒരു വീഡിയോ ആയിട്ട് അയക്കുന്നു. അപ്പൊ അത് കേട്ടപ്പോ എന്തുകൊണ്ട് എന്താണ് ചെയ്തൂടാ, ആദ്യം എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് ഞാൻ അത് ഒന്നും നോക്കാതെ വെച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 2 വീഡിയോസാണ് ഞാൻ അയച്ചത്. ആദ്യത്തെ വീഡിയോ അയച്ച് രണ്ടാമത്തേത് അയക്കുമ്പോൾ തന്നെ എനിക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായി. കാരണം സംസാര രീതിയിലായാലും അതിലൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. ഫസ്റ്റത്തേതിനേക്കാൾ രണ്ടാമത്തെ വീഡിയോ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇതേപോലെ നമ്മുടെ എക്സ്പീരിയൻസ് ആവുമോ, ചെയ്ത് പ്രവർത്തിക്കുമ്പോഴേ നമുക്ക് അതിൽ നിന്നും നേട്ടം കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഉമ്മ എന്ന നിലക്ക് ഇവരുടെ ഈ ആക്ഷനിൽ ഇവർ വീഡിയോയിൽ കോൺഫിഡന്റ് ലെവൽ ഉണ്ടാവുന്നു, ഇതൊക്കെ മുന്നേ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? ഞാനിങ്ങനെ ചേഞ്ച് ആവും ഉമ്മ എന്ന നിലക്ക് ഞാൻ ഹസീന മാഡത്തിനോടാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇവരുടെ ഈ ആക്ടിവിറ്റി കാണുന്ന സമയത്ത് ഇന്നത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ ഈ മക്കൾ നിങ്ങളുടെ കൂടെ ഇത്രയും അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ഓൺലൈൻ പ്രസൻസിൽ ഇവര് മുന്നിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഗുഡ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്? ഗുഡ് ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉമ്മ എന്നുള്ള നിലയിൽ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്റെ മകനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ നമ്മളുടെ ഇപ്പോ ഈ ഒരു ATFന്റെ ഈ ഒരു ഇതില് ജോയിൻ ചെയ്തതിന് ശേഷം, ഈ ഒരു കോഴ്സ് എടുത്തതിന് ശേഷമാണ് അവർക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. മോളെ കാര്യത്തിലായാലും നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവും കോൺഫിഡന്റും അവർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ. ഞാൻ പ്രത്യേകം പറയാനുള്ള ഒരു സാഹചര്യം എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു കറണ്ട് സിനാരിയോ മക്കള് എവിടെയാണ്, മാതാപിതാക്കൾ എവിടെയാണ്, 2 ധ്രുവങ്ങളായിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരേ പ്ലാറ്റ്ഫോമിൽ മാതാവും പിതാവും അല്ലെങ്കിൽ നമ്മുടെ മക്കളും ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു ഏക പ്ലാറ്റ്ഫോം ഇറ്റ് ഈസ് നൺ അതർ ദാൻ ഹെർബാലൈഫ് ആണ്. ഇതിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ലീഡ് ജനറേഷൻ എന്ന വേർഡ് നിങ്ങൾ നിരന്തരമായിട്ട് അതിൽ കേട്ടിരിക്കും. ഓക്കെ, ഈ ലീഡ് ജനറേഷനിൽ ആദ്യത്തെ ഒരു കടമ്പ നിലക്ക് വാട്സപ്പ് പ്രൊമോഷനിലൂടെയാണ് ഈ ഒരു അവസരം നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ മുന്നിലുള്ളത്. അപ്പോൾ വാട്സപ്പ് ഓപ്പർച്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഇത് 3 പേർക്കും ഓരോരുത്തർക്ക് പറയാട്ടോ. നിങ്ങളതായിട്ട് വാട്സപ്പ് ഓപ്പർച്യൂണിറ്റി വഴി എങ്ങനെയാണ് നമ്മുടെ ഈ ബിസിനസ്സിനെ ലീഡ് ആയിട്ട് മാറ്റിയെടുക്കാനുള്ള അവസരം നമ്മളെ മുന്നിലേക്കുള്ളത്? ചോദ്യം കറക്റ്റ് ആണോ? ഓ, കറക്റ്റ് ആണ്. ഓക്കെ, കണ്ടിന്യൂ.
ആദ്യം ഹസീന മാഡം പറയും, പിന്നെ ഗസന പറയും, പിന്നെ കൈസ് പറയും. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് സ്റ്റാറ്റസ് ഇടാം എന്നുള്ളതാണ്. സ്റ്റാറ്റസ് ഇടാം മാത്രമല്ല, നമുക്ക് കുറച്ച് പേരെ എടുത്തിട്ട് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ചേർത്തിട്ട് ഒരു മിക്സ്ഡ് മെസ്സേജ് ഇടാം. അവർക്ക് ഓരോരുത്തരെ പോയിട്ട് തെരഞ്ഞു പിടിച്ചിട്ട് ചെയ്യണം എന്നില്ല. ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. അതേപോലെ നമ്മൾ സ്റ്റാറ്റസ് ഇടാൻ നമ്മുടെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തവരോട് അവരെ കൊണ്ടും സ്റ്റാറ്റസ് ഇടിക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, ശരി, പറയും ഗസന പറയും. നമ്മളിപ്പോ ഫ്രണ്ട്സിനും ഫാമിലി അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് അവര് പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റസ് ആയാലും ഗ്രൂപ്പുകളായാലും വേറെ എന്ന് വെച്ചാല് ഇപ്പൊ ഫ്രണ്ട്സിനെ കൊണ്ട് അവര് നമ്മളിപ്പോ നമ്മളുടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഒരുവിധം നമുക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടൊക്കെ പറ്റുന്നവരെ കൊണ്ട് സ്റ്റാറ്റസ് ഇടിപ്പിക്കുക. അവരോടും വേറെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സ്റ്റാറ്റസ് ഇടാനും പറയാം. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. കൈസിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയും, ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ത്രൂ. ജനറേഷൻ വാട്സപ്പിൽ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തിരുന്നതുമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഓരോ നാട്ടിലും ഓരോ നാടിന്റെ വാർത്തകൾ വരുന്ന കാര്യവും ഓരോ ന്യൂസ് ഗ്രൂപ്പുകളായിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പ് നമ്മളിപ്പോ കമ്പനി പ്രൊമോഷൻ വർക്ക് ആണല്ലോ. അപ്പൊ ആ ഗ്രൂപ്പിൽ അഡ്മിൻസിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാറ്റർ അത് അവരിലേക്ക് എത്തിച്ച് അതുവഴി നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെ ഓരോ ഗ്രൂപ്പ് വഴി ചെയ്യിക്കാൻ നമുക്ക് സാധിക്കും. അതൊരു സൂപ്പർ. പിന്നെ പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തു. അതുതന്നെ ഗ്രൂപ്പുകളിലൊന്ന്. പിന്നീട് ആ യൂസ് അതുപോലെ തന്നെ കോണ്ടാക്ട് സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കുകയും പിന്നെ അതുപോലെ വെക്കാൻ സാധിക്കുന്നവരെ തെരഞ്ഞെടുത്തുകൊണ്ട് മാത്രം അവരോട് ഇതിനെ കുറിച്ച് സംസാരിച്ച് അവരെ കൊണ്ട് വെപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ വാട്സപ്പിൽ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, വാട്സപ്പ് ത്രൂ ലീഡ് ക്രിയേഷന് വേണ്ടി കുറച്ചധികം മെത്തേഡുകൾ നമ്മുടെ നമ്മളെ വീഡിയോസുകളിൽ പറയപ്പെടുകയുണ്ടായി. എന്നാൽ അത് ആക്ഷൻ ആക്കി മാറ്റിയ ആൾക്കാർ ആരൊക്കെ ഉണ്ട്? ആക്ഷൻ ആക്കി മാറ്റി ചെയ്യിപ്പിച്ച്. അപ്പോൾ നിങ്ങൾ ഇൻഫർമേഷൻ കേട്ടു, വാട്സപ്പ് ത്രൂ സ്റ്റാറ്റസ് വെക്കുക, ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ലീഡ് ക്രിയേറ്റർമാരെ നമ്മൾ കണ്ടുപിടിക്കുക, അതേപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. ഇത് ആക്ഷൻ ആക്കി എടുത്ത എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ ഹസീന മാഡം? നമ്മൾ ആദ്യം പറയുമ്പോ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ അവർ പറയും, ചെയ്യാം എന്ന് പറയും. പിന്നീടും ചെയ്യാത്തത് കാണുമ്പോ നമ്മൾ അവരോട് പറയാറുണ്ട്, എന്ത്, നിങ്ങള് സ്റ്റാറ്റസ് വെക്കോ, വെച്ചിട്ട് നിങ്ങൾ വഴി ആരെങ്കിലും കണക്ട് ആവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും പറയുന്നവർ ചെയ്യാറുണ്ട്. ഓക്കെ, ഗസ്നാന്റെ എക്സ്പീരിയൻസ് എന്താ വിഷയത്തിൽ? ആക്ഷൻ ആക്കി എടുത്തിരുന്നോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കേൾക്കുക മാത്രമാണോ ചെയ്തത്? നമ്മള് കൂടുതൽ അടുപ്പുള്ള ആൾക്കാരോട്, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് പറയുമ്പോൾ ഒരുവിധ ആൾക്കാരും കേൾക്കും. ആ രീതിയിൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റിന്റെ കാര്യം പറയാം. നിങ്ങൾ കയറി നോക്കൂ, അത് കണ്ടാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ രീതിയിൽ സംസാരിച്ചിട്ട് കണക്ട് ചെയ്യാറ്. കൈസിന്റെ എക്സ്പീരിയൻസ് പറയും. ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്ത് നമ്മൾ ഇതിനു മുമ്പ് മെസ്സേജ് അയച്ചവർക്കും ഓട്ടോമാറ്റിക് മാർക്കറ്റിലുള്ള രണ്ടുപേരും തിരിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിക്കാൻ സ്റ്റാറ്റസ് വെക്കുന്ന കാര്യം അതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറയുമ്പോഴാണ് കൂടുതൽ പേര് അത് ചെയ്യുന്നത്. വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. ഓക്കെ, അപ്പൊ ഗിവ് ആൻഡ് ടേക്ക് ആണ്, നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. ശരി, സൂപ്പർ. ഇനി എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു 4ാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ടാവും അല്ലേ? ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ. അപ്പോൾ അതിൽ ഒരു കസ്റ്റമർ ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവസാനം നമ്മളെ സൂം മീറ്റിംഗ് ആയിട്ട് വെബിനാറിലേക്ക് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗിലേക്ക് കയറുന്നത് വരെ, ഹെൽത്ത് വൈസ് ആവട്ടെ വെൽത്ത് വൈസ് ആവട്ടെ, കയറുന്നത് വരെ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഹസീനദാത്ത പറയും. ഒന്നുകൂടെ ക്ലിയർ ആക്കോ ചോദ്യം? ഓക്കെ, ഇപ്പോ 4ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്കൊരു
ടെലഗ്രാം ഗ്രൂപ്പ് വന്നിരുന്നു നമ്മളെ മുന്നിലേക്ക്. ടെലഗ്രാം ഗ്രൂപ്പ്, അത് ഒരു കസ്റ്റമർ നമ്മളോട് ഒരു കസ്റ്റമർ നമ്മളോട് എൻക്വയറി ചെയ്തത് മുതൽ നമുക്ക് ലീഡായിട്ട് വന്നു. ആ ലീഡ് അവർ നമ്മളോട് എൻക്വയറി ചെയ്ത് എന്താണ് എന്ന് ചോദിച്ചത് മുതൽ അവസാനം നമ്മളെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വരെ നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിരുന്നു? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും? പറയണം. നമ്മളിപ്പോ ഒരാള് നമ്മളോട് ചോദിച്ചു എന്നാണല്ലോ, അപ്പൊ ചോദിക്കുമ്പോൾ അവരെ എങ്ങനെയാണ് ഇവിടെ കണക്ട് ആക്കണേ എന്നാണല്ലോ ചോദിച്ചത് അല്ലെ. നമ്മൾ ഫോളോ അപ്പിലൂടെ തന്നെയാണ്. ചിലപ്പോ ഒരു പക്ഷെ 1-2 തവണ പറഞ്ഞാൽ അവര് സിമ്പിൾ ആയിട്ട് എടുക്കും കാര്യങ്ങൾ. പക്ഷെ അതിന്റെ ഒരു അവസരം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വലുതാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞിട്ട് അതിലേക്ക് കണക്ട് ആവുന്നത് വരെ അവരെ ഫോളോ അപ്പ് ചെയ്യാറുള്ളത്. അതിലുള്ള വോയിസ് റെക്കോർഡുകൾ നിങ്ങൾ കേട്ടിരുന്നു? ആ ഗ്രൂപ്പിലുള്ള വോയിസ് റെക്കോർഡുകൾ അത് കേട്ട ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് കൈ വെക്കും. ഓക്കെ, കൈസ് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോളോ അപ്പ് ഗ്രൂപ്പ് തന്നെയാണ്. കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരുപാട് ഹാൻഡിൽ ചെയ്യാത്ത സിറ്റുവേഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെ ഒരു ലീഡ് നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അവരെ ഒന്ന് പ്രവേശിപ്പിച്ചാൽ മാത്രം മതി. അതിലുള്ള കാര്യങ്ങൾ മൊത്തമായിട്ട് ഡീറ്റെയിലായി മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് ഒരിക്കലും നമ്മളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ആ രീതിയിൽ നല്ല രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോൾ കസ്റ്റമേഴ്സ് ആയാലും അത് കണ്ടിട്ട് അവർക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൊത്തമായിട്ട് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ലീഡ് അവിടെ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്താൽ അവർക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരോടും പറയുന്നതിനനുസരിച്ച് പറയാതെ ഒരു പ്രാവശ്യം ജനറേറ്റ് ചെയ്ത് വെച്ചാൽ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് കൈസ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രീ റെക്കോർഡും ഓഡിയോസുകളും ടെക്സ്റ്റുകളും നമ്മൾ ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കസ്റ്റമറിനെ 2 കസ്റ്റമർ നമുക്ക് പേഴ്സണലി ഹാൻഡിൽ ചെയ്യാം. നിരന്തരമായിട്ട് കസ്റ്റമറുകൾ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ലീഡുകൾ നമുക്ക് വരികയാണെങ്കിൽ, പ്രോസ്പെക്റ്റുകൾ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ എല്ലാവർക്കും കൂടിയിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല. ഇവരെ നമ്മൾ സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൂം എന്നുള്ളത്. അപ്പോൾ ഈ സൂമിലേക്ക് എത്തിക്കാൻ നമ്മൾ പ്രീ റെക്കോർഡായിട്ട് വോയിസുകളും ടെക്സ്റ്റുകളും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വോയിസിലേക്ക്, ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ ഓൾറെഡി അതിന് സെറ്റ് ചെയ്തിട്ടുള്ള ഓഡിയോകൾ നിങ്ങളുടെ ശബ്ദത്തിലേക്ക് മാറ്റണം. നിങ്ങളുടെ പേര് വെച്ചിട്ട് ആക്കണം. എന്നിട്ട് പേഴ്സണലി നിങ്ങൾക്ക് വരുന്ന ലീഡിനെ അവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. യെസ്, ആക്ഷൻ ആക്കി എടുക്കൂലേ നിങ്ങൾ? വെരി ഗുഡ്, സൂപ്പർ. അതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എനിവേ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. ഇപ്പോൾ അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു കസ്റ്റമർ ഇപ്പോൾ നിങ്ങളെ അടുത്തേക്ക് വന്നു, അത് കഴിഞ്ഞ് അവരെ നമ്മളെ സൂം മീറ്റിംഗിലേക്ക് എത്തിക്കുന്നത് വരെ നമ്മൾ ഈ 7 days ബൂട്ട് ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളെ കോൺഫിഡൻറ്റും ഇതിന്റെ മുന്നേ നിങ്ങൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കോൺഫിഡൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം. എന്റെ ചോദ്യം മനസ്സിലായോ? ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. ഇത് 3 പേരും പറയണം കേട്ടോ. നമ്മളിപ്പോ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണതിന്റെ മുന്നേ ഇത് കോൺഫിഡന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളോട് നമ്മൾ പറയുമ്പോ ആ ആള് അത് അക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളൊരു പേടിയോട് കൂടിയിട്ട് പലതവണ ബാക്ക് തിരിഞ്ഞു പോന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് ശേഷം ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന്റെ ശേഷം നമുക്ക് ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയതിന്റെ ശേഷം നല്ല രീതിയിൽ മറ്റുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനായാലും ഒരാളോട് പോയിട്ട് നേരിട്ട് സംസാരിക്കാനായാലും നല്ലൊരു കോൺഫിഡന്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കോൺഫിഡന്റ് ആയിരുന്നു. മുന്നേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇതുണ്ടാവും, ഒരു പേടി ഉണ്ടാവും. മാത്രല്ല നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം അവരുടെ നീഡിനനുസരിച്ചിട്ട് സംസാരിക്കാൻ പറ്റും. ആ രീതിയിൽ
സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. കൈസ് ഇപ്പൊ ഈ ഒരു 7 days ബൂട്ട് ക്യാമ്പിന്റെ മുന്നത്തെ എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ പരിതാപകരമായിരുന്നു. കാരണം ഒന്നിലേക്കും ഇറങ്ങി ചെല്ലാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഒരു എന്ത് ചെയ്യാനോ ഒന്ന് ഇറങ്ങി തിരിക്കാൻ ഒന്ന് ഇറങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതിൽ വന്നതോടെ ഓട്ടോമാറ്റിക്കായി വലിയ കാര്യങ്ങൾ ചെയ്യാനും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാനും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനും അതൊരു വിളികളായിട്ട് അയക്കാനും എല്ലാം എനിക്ക് സാധിച്ചത് ഈ ഒരു ബൂട്ട് ക്യാമ്പിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ അത് തന്നെയാണ് വലിയ ഇമ്പ്രൂവ്മെന്റ് മുമ്പത്തെയും ശേഷമുള്ള ഞാനും ഉള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, കൺഗ്രാജുലേഷൻ ഹസീന താത്ത, ഗൈസ് ആൻഡ് ഗസ്ന. അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇത് പ്രിപ്പയർഡ് അല്ലാത്ത ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ജെന്യൂൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് ഓരോ വാക്കുകളും വന്നിട്ടുള്ളത്. എനിവേ കൺഗ്രാജുലേഷൻ. നമ്മുടെ കൂടെയുള്ള കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ ഇൻസ്പയർ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോ ഹസീന മാഡത്തിന്റെ സമയത്തോളം 3 വർഷമായി ഹെബ ലൈഫിൽ. അതേപോലെ കൈസ്, ഗസ്ന, നിങ്ങൾ ഉമ്മാനെ കണ്ടിട്ടാണ് വന്നിട്ട് ബിസിനസ്സിലേക്ക്, ഈ ഓൺലൈൻ പ്രസൻസിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് മോഡലിലാണ് ഇനി നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഒരു പക്ഷെ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ മുന്നേ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എങ്കിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മെന്ററുമായിട്ട് 1 to 1 ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. ലൈവായിട്ട് വരുന്ന, റെക്കോർഡായിട്ട് വരുന്ന സെഷനുകൾ കൃത്യമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം. പിറ്റേ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കരുത്. കൃത്യമായിട്ട് ഇതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. ഈ ആക്ഷൻ പ്ലാൻ ഇപ്പോൾ നിങ്ങൾ 7 ദിവസത്തെ ബൂട്ട് ക്യാമ്പിൽ കണ്ടതുപോലെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് അവർ ഉള്ളിലേക്ക് കയറേണ്ടത്, എങ്ങനെയാണ് അവർ നമ്മുടെ കോഴ്സ് എടുത്തിട്ട് പുറത്തേക്ക് കടക്കേണ്ടത് എന്നതിൻ്റെ കൃത്യമായ ഒരു രൂപം നിങ്ങൾക്ക് കിട്ടും. ഒരു ഫണല് കിട്ടും. കണ്ടാ, ഫണൽ കണ്ടിട്ടില്ല? വാവട്ടം വലുതായിരിക്കും, അത് ഫിൽട്ടർ ആയിട്ട് വരുന്ന സമയത്ത് അതിന്റെ അവസാന ഭാഗം ചെറുതായിരിക്കും. അപ്പൊ അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് അവരെ നമുക്ക് കിട്ടണം. അപ്പൊ ബിസിനസ് എന്നത് ഒരു എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ ആണ്. അപ്പൊ നമ്മൾ വാല്യൂ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങോട്ട് റിസൾട്ട്, പണം ഒക്കെ കിട്ടുക. അപ്പൊ അത് നിങ്ങളിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക, ഈ സിസ്റ്റത്തെ നിങ്ങൾ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി റെഡി ആവുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബ്രെയിൻ മാറ്റി വെച്ചിട്ട് സിസ്റ്റത്തിന്റെ ബ്രെയിൻ നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. രാവിലെ കൃത്യമായിട്ടൊരു മെഡിറ്റേഷൻ ചെയ്യുക, ഗോൾ ബുക്ക് എഴുതി വെക്കുന്ന ഒരു ഹാബിറ്റിലേക്ക് വരിക, ഫാമിലിയുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ഹസീന മാഡത്തിനാവട്ടെ, ഗൈസിനാവട്ടെ, പിന്നെ അതേപോലെ ഗസ്നക്കാവട്ടെ, ഇപ്പൊ ഏറ്റവും വലിയ ഒരു അസറ്റ് ജീവിതത്തിലെ എന്താണെന്ന് അറിയോ? പറയാൻ പറ്റുമോ? എന്താണ് ഹസീന മാഡം? പറഞ്ഞോളൂ. ഫോക്കസ്. വെരി ഗുഡ്. എന്തുകൊണ്ടാണ് ഫോക്കസ് എന്ന് പറയാൻ കാരണം? ഫോക്കസ് എന്ന് പറയാൻ കാരണം നമ്മൾ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. കുറെ വർക്ക് ചെയ്യുക എന്നതല്ല, നമ്മൾ ചെയ്യുന്ന വർക്ക് ഏതിലേക്കാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് കൂടുതലായിട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ കുറെ കാര്യങ്ങൾ ചെയ്തു നമ്മളെ എനർജി ഡിപ്രീസിയേഷൻ സംഭവിച്ചിരിക്കും. അഥവാ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ എനർജി ലോസ് ആവും. അപ്പൊ ഇനിയുള്ള യാത്രയിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ വിൽക്കപ്പെടേണ്ടത്, സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും നിങ്ങളെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനും പറ്റും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെ നെക്സ്റ്റ് ലെവലിൽ കാണാനും. ഇപ്പോൾ നിങ്ങൾ ഈ പെർഫോം ചെയ്തിട്ടുള്ള പെർഫോമൻസിൽ നിങ്ങളെ കോൺഫിഡൻറ്റ് ലെവലിൽ കാണുന്ന സമയത്ത് അവസാനമായിട്ട് 3 പേരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്, ആദ്യം ഹസീന മാഡം തന്നെ പറഞ്ഞോളൂ, ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലൈഫിൽ ആസ് എ പേഴ്സൺ, വെൽനസ് കോച്ച് നിലക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോ ഈ എല്ലാവരും നോക്കിയാലും ബിസി ലൈഫാണ്. ആ ഒരു ബിസി ലൈഫില് എല്ലാവരും ഹെൽത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതേപോലെ തന്നെ വെൽത്തിനും. ഹെൽത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, വെൽത്തും വേണം.
ഹെൽത്തും വെൽത്തും ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഹാപ്പിനെസ് ഉണ്ട് എന്നാണല്ലോ. അപ്പൊ എല്ലാവരും ഹെൽത്തും വെൽത്തും നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനെയും കൂട്ടിപ്പിടിച്ചിട്ട് ഇപ്പൊ പല തിരക്കിനിടയിലും കുടുംബത്തിനെയും കുട്ടികളെ ഒക്കെ മറന്നു പോണ, അല്ലെങ്കിൽ ഫാമിലിനെയും ബാക്കിയുള്ളവരെ മറന്നു പോണ ഒരു ഇതിൽ കൂടെയാണ് പോണത്. അപ്പൊ എല്ലാവരും കുടുംബത്തിനെയും കൂട്ടിപ്പിടിച്ചിട്ട് ഉള്ള ഒരു യാത്ര തന്നെ ആവുക. ഞാൻ പറഞ്ഞു. ഗസ്ന പറയൂ. കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് പോവുക. സമയമായാലും നിയന്ത്രിച്ചിട്ട് ഓരോ സമയത്ത് എന്താ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളതാണ്. ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം ഓരോ കാര്യങ്ങളും. ഓക്കെ, അടിപൊളി, സൂപ്പർ. കൈസ് പറയൂ. തിരക്ക് പിടിച്ച ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ നമ്മള് ഹാർഡ് വർക്ക് ഇല്ലാതെ എവിടെയാണ് നമ്മൾ സക്സസ് എടുക്കില്ല ഇല്ലല്ലോ. അപ്പൊ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടിരിക്കുമ്പോ അത് നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണം. കാരണം നമ്മളത് ചെയ്യാതെ വേറെ രീതിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല. അതുപോലെ തന്നെ തിരക്ക് പിടിച്ച ഈ ഒരു ജീവിതം നമ്മളിപ്പോ വേറെ എന്ത് ചെയ്യുകയാണെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴല്ലേ അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ വേറെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഈ ഒരു മീറ്റിംഗ് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് കൂടുതൽ സമയം ഇപ്പൊ നമ്മൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അപ്പോ നമ്മൾ ഇത് ചെയ്യാതെ വേറെ ഒരു കാര്യം ചെയ്യണം, അപ്പോഴും നമ്മൾ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോ എന്തുകൊണ്ട് ഇതേപോലെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയിട്ട് അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളതൊരു പരാതിയായിട്ട് എടുക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ ചെയ്യാതെ വേറെ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിനും ചെയ്യണം, ഇതിൻ്റെതായിട്ടുള്ള സമയത്ത് ഇതും ചെയ്യണം. അപ്പോ നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കി, അപ്പോ നമ്മളെ സംബന്ധിച്ച് ഈ ബിസിനസ് മനസ്സിലാക്കിയ ഒരാളെന്ന സ്ഥിതിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അപ്പോ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. വെരി ഗുഡ്. സത്യത്തിൽ ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങളെപ്പോലെ ഈ യൂത്ത് ഈ രീതിയിലൊക്കെ സംസാരിക്കണ സമയത്ത് ഇന്നത്തെ ഒരു ജനറേഷന് കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് ആയിരിക്കും ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത്. എനിവേ ഇത് ഇപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള ഈ ഡിസിഷൻ നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു അച്ചീവ്മെന്റ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി സമയം കളയാതെ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നല്ലൊരു ഉയർച്ച നേടിയെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച്. സൈനിങ് ഓഫ്, അനീഷ് മുഹമ്മദ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.